ആചാര്യ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ശ്രീമദ് സ്വാമി ഋതംഭരാനന്ദ, ഉദ്ഘാടനം അധ്യക്ഷൻ സ്ഥാനം വഹിച്ച ശ്രീ ആർ രാമചന്ദ്രൻ നായർ IAS, ഉദ്ഘാടന പ്രസംഗം നടത്തിയ ശ്രീമദ് സ്വാമി ഋതംഭരാനന്ദ സ്വാമികൾ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, എനിക്ക് മുന്നേ പ്രഭാഷണം നടത്തി അനുഗ്രഹിച്ച ശ്രീമദ് സ്വാമി നിത്യാനന്ദ സരസ്വതി സ്വാമികൾ, ശ്രീമദ് സ്വാമി ഗരുഡ ധ്വജാനന്ദ സ്വാമികൾ, ഈ വേദി അലങ്കരിക്കുന്ന ബഹുമാന്യരായ ശ്രീ VP ജയചന്ദ്രൻ സാർ, ശ്രീ KV മദനൻ സാർ, ശ്രീ PN കുമാരൻ സാർ, ഈ മഹത്തായ സമ്മേളനത്തിന്റെ പ്രഥമ സംഘാടകനും ഇതിന്റെ എല്ലാമായ ശ്രീ ഉബൈദ്രനാഥ് കുറുപ്പ് സാർ, എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഇതിന്റെ മറ്റ് സംഘാടകർ, ഈ ചടങ്ങിന്റെ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് MB ശശിധരൻ നായർ സാർ, സോമൻ ചേട്ടൻ, വിനയൻ, സന്തോഷ്, സ്നേഹസമ്പന്നരായ ചെറുകോൽപ്പുഴ അയ്യൂർ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ചടങ്ങിൽ വന്നണഞ്ഞു ചേർന്ന് അനുകരിച്ച് ധന്യമാക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈ എളിയ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. നാം ഏറെ നേരമായി വേദാന്തപരമായ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും കുറച്ച് നന്മയിൽ നിന്ന് വളരെ കൂടുതൽ നന്മയിലേക്കുള്ള ജീവിത പ്രയാണത്തെക്കുറിച്ച് നമുക്ക് ചിരകാല തപശക്തി കൊണ്ട് ആർജിച്ച അറിവിന്റെ ഭാഗം പങ്കുവെച്ചു തന്ന താപസ ശ്രേഷ്ഠന്മാരുടെ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുണ്ടായി. ഇതിലെല്ലാം തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്: ധർമ്മം, സത്യം, ബ്രഹ്മം, ഇങ്ങനെയൊക്കെ ചില പദങ്ങൾ. അതിനോടൊപ്പം മായ എന്നൊരു പദവും നമ്മൾ കേൾക്കുകയുണ്ടായി. ഞാൻ ഈ വേദിയിലിരിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കരുത്, മായയാണല്ലോ ഇവിടെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ തന്നെ 2-3 ആഴ്ചയായിട്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകളും ഭയമൊക്കെ മനസ്സിലാക്കുന്നുണ്ടിരിക്കും. 1 ലക്ഷം പേരൊക്കെ വന്ന് പങ്കെടുക്കുന്ന ശതാബ്ദി ആഘോഷമാണ്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ മതസമ്മേളനത്തിൽ വന്ന് ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി എത്രത്തോളം തയ്യാറെടുപ്പുകൾ വേണ്ടിവരും? അധ്യാപകൻ എന്നുള്ള ആലങ്കാരിക ഡിഗ്രിയും ഡോക്ടറേറ്റ് ഡിഗ്രിയും ഉള്ളപ്പോൾ എഴുത്തും വായനയുടെ പ്രസക്തി കൂടുതൽ മനസ്സിലാകാവുന്ന ആളുകൂടിയായപ്പോ വളരെ ഭീമമായ ഒരു ഉത്തരവാദിത്തമാണല്ലോ നിറവേറ്റപ്പെടുന്നുള്ള ചിന്തയുണ്ടായി. പക്ഷെ ഇവിടെ മായയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, കസേരയുമായിട്ട് ഇതിന്റെ സംഘാടകർ കാത്തിരിക്കുമ്പോൾ ജനങ്ങളിലൂടെ വന്നു ചേർന്നിട്ടുണ്ട്. ജനങ്ങളെ സ്വീകരിക്കാനായി സംഘാടകരും കസേരയും കാത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ധർമ്മവും ബ്രഹ്മവും ജ്ഞാനവും വേദവും തമ്മിലുള്ള ബന്ധം ഇവിടെ തന്നെ തുടങ്ങുന്ന ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം തന്നെ സത്യമേവ ജയതേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉപദേശിച്ചുകൊണ്ട് ജ്ഞാനത്തിന്റെ സാഗരം തന്നെ തീർത്തു വെച്ചിട്ടുണ്ട്. മാനവികതയിൽ അധിഷ്ഠിതമായ ജ്ഞാനസാഗരം തന്നെ വേദങ്ങളും ഉപനിഷത്തുകളുമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കാലോചിക്കാം, ജ്ഞാനസമ്പാദനവും അതിന്റെ സംരക്ഷണവും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അവരുടെ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനും അവരുടെ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിച്ചു വെക്കുന്നതിനും ഡിഗ്രിക്ക് പറഞ്ഞു വിടുന്നതിനും അവർക്ക് ജോലി സമ്പാദിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ ഒരച്ഛനും അമ്മയ്ക്കും ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗരാണിക ഭാരതത്തിൽ എഴുത്തും വായനയും ഇല്ലാത്ത കാലത്ത് മനനം ചെയ്ത് കിട്ടിയ ഈ ആശയങ്ങളെ രൂപീകരിച്ച് ക്രോഡീകരിച്ച് യുഗയുഗാന്തരങ്ങളായിട്ട് സംരക്ഷിച്ചു വന്ന പൂർവികരുടെ ബുദ്ധിമുട്ടുകളും ആലോചനയും എല്ലാം തന്നെ വരും തലമുറയ്ക്ക് മാനവീയമായ ഒരു ജീവിത സാഹചര്യത്തിന് വേണ്ടി കാത്തുവച്ചിരുന്നതാണ്. നമ്മള് വേദങ്ങളെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. അതിന് താഴെ വല്ലപ്പോഴും കേൾക്കുന്ന ഒരു പ്രണവവേദത്തെ കുറിച്ചും നമ്മൾ കേൾക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു,
സത്യമേവ ജയതേ, ഞാൻ ഋതം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന് വെറുതെ ഇങ്ങനെ സുഖസൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പൂർവികർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അന്തസ്സുള്ള മനുഷ്യരായിട്ട് സമത്വ സുഖ ഗുണങ്ങൾ അനുഭവിച്ച് അവർ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ച എളിയ സന്യാസിവര്യനായ ചട്ടമ്പി സ്വാമികളുടെ വലിയ മനസ്സിന്റെ അത് ഉൾക്കൊണ്ട വലിയ വലിയ മനസ്സുകളുടെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ 100ാം വാർഷികത്തിൽ എനിക്ക് ഈ വേദിയിൽ വന്നു നിന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിയും. ഇവിടെയാണ് മാനവികതയുടെ പ്രസക്തി. ഈ മാനവികതയെ കുറിച്ച് തന്നെയാണ് കവികളും കലാകാരന്മാരും ചിത്രകാരന്മാരും ശില്പികളുമെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ മാനവികതയാണ് നമുക്ക് മരണത്തോടടുക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്നത്. സ്വാമി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ടാഗോറിനെ കുറിച്ചൊരു ലേഖനം 10-20 വർഷത്തിന് ശേഷം എന്റെ ഭാര്യ എനിക്ക് തന്നപ്പോൾ വായിച്ചപ്പോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കത് ടാഗോറിന്റെ കവിതകളെ കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായില്ല. ഇപ്പോ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കി ഒറ്റ രാത്രി കൊണ്ട് വായിച്ചു തീർത്തപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, അന്ന് എഴുതിയ ആളിന് 45 വയസ്സായിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോ 45 വയസ്സായി, അതുകൊണ്ട് ആ 45 വയസ്സിന്റെ പരിപോഷണം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. വേദ വൈദ്യാനിക ജ്ഞാനത്തിനുള്ള പ്രശ്നം ഇതാണ്. നമ്മൾ മരണത്തോടടുക്കുമ്പോഴോ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി നാം എട്ടെന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, നാം ആരാണെന്നുള്ള ചിന്ത പ്രസക്തമായി വരുന്ന ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും ചെയ്തു തീർക്കുവാനില്ലാത്ത ഒരു കാലഘട്ടം സമീകൃതമാകും. ആ സമീകൃതമാകാതിരിക്കാനാണ് ആചാര്യന്മാരിലൂടെ അവർക്ക് ഗുരുദക്ഷിണ നൽകിക്കൊണ്ട് അവരുടെ പാദം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അറിവ് സമ്പാദിച്ചുകൊണ്ട് ജ്ഞാനമാർഗത്തിലൂടെ ഇന്നും സഞ്ചരിക്കാനുള്ള ഗുരുകുല ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പൂർവികർ പറഞ്ഞിട്ടുണ്ട്. ഈ ആധ്യാത്മിക ജ്ഞാന വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയുടെ പാഠ്യപദ്ധതിയായിട്ട് നമ്മൾ വേദങ്ങളെ കാണാം. ഋഗ്വേദം ഇന്ന് കാണുന്ന, ലോകത്തെ എല്ലാ ഭാഷകളിലും കാണുന്ന ഋഗ്വേദത്തിന്റെ അടിസ്ഥാന പുസ്തകം എന്ന് പറയുന്നത് സയനാചാര്യർ എന്ന് പറയുന്ന ഒരു മന്ത്രി. സയനാചാര്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ഉഗ്രപ്രതാപശാലിയായിരുന്ന കൃഷ്ണദേവരായ മഹാരാജാവിന്റെ മന്ത്രിയായ സയനാചാര്യർ എഴുതിയ ഋഗ്വേദ ഭാഷ്യം, അതിന്റെ ട്രാൻസ്ലേഷൻസുകളാണ് ലോകത്തെല്ലായിടത്തും. ആ ഋഗ്വേദ ഭാഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ജീവനില്ലാത്തതിനെ ശ്വസിപ്പിക്കുന്നതും ശ്വസനം നിലനിർത്തുന്നതിനെ ഇല്ലാതാക്കുന്നതുമായ എല്ലാ വസ്തുക്കളെ ആത്യന്തിക ഭാവമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ ഞാൻ പ്രകീർത്തിച്ചുകൊണ്ട് എനിക്ക് ജന്മം തന്ന ഈശ്വരൻ എന്താണ് ഞാൻ നൽകേണ്ടുന്നത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ വരാറ്. ശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നതിനെ ശ്വസനത്തോടെ നിലനിർത്തുകയും ശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നതിനെ ശ്വസനമില്ലാതാക്കുന്നതും എന്താണ്? അതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ തിരിച്ചറിയുക. ആ ഈശ്വരനെ അറിയുന്നതിലൂടെ ലോകത്തെ നമുക്ക് കാണാൻ കഴിയുക. ആ ഈശ്വരനെ നിലനിർത്തണമെങ്കിൽ ശ്വസനത്തിന്റെ എല്ലാ അവസ്ഥകളും നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല മനുഷ്യനായിട്ട് തീരണമെങ്കിൽ അതിനു വേണ്ടുന്ന സംഹിതകളെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് ആയുർവേദത്തിന്റെ സംഹിതകൾ ഋഗ്വേദത്തിൽ നിരൂപിതമായിരിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒന്നാമത്തെ ഘടകം ആയുസിന്റെ നിലനിൽപ്പ്. യജുർവേദ സംഹിതകളിൽ പറയുന്നത് വിദ്യകളെ കുറിച്ചാണ്. യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചും ധനുർവിദ്യയെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന അതിന്റെ തത്വങ്ങൾ വരുന്ന യജുർവേദ സംഹിതയുടെ ഉപവേദങ്ങൾ. യജുർവേദം ടിബറ്റിലേറിയ ലൈബ്രറിയിൽ ഉണ്ടെന്നാണ് ധനുർവേദത്തെ സംബന്ധിച്ച ട്രാൻസ്ലേഷൻ. ടിബറ്റിൽ എവിടെ ഒരു ലൈബ്രറിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കേൾക്കുന്നത്. സംരക്ഷണത്തിന്റെ ഭാഗം അവിടെ വരുന്നു. സാമഗാനലോലെ എന്ന് ദേവിയെ വിളിക്കുന്ന സാമവേദം, സുകുമാര കലകൾ, നാട്യം, നടനം, നൃത്തം, ഒരു മനുഷ്യന്റെ ജീവിതത്തെ സുന്ദരമാക്കുന്നത് നാട്യവും നടനവും സംഗീതമാണ്. നീ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ മനോഹരമായ കച്ചേരിക്കൊക്കെയുണ്ട്. മനസ്സ് കുളിർത്ത് വളരെ നിറഞ്ഞാണ് ഈ വേദിയിലേക്ക് വരാൻ കഴിഞ്ഞത്. സുകുമാര കലകളെ പ്രതിക്കുന്ന സാമവേദം, അതിനുശേഷം വരുന്ന അഥർവവേദം. ഈ വേദങ്ങളിലെല്ലാം തന്നെ ആചാര്യന്മാർ ഉദ്ബോധിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി നല്ല മനുഷ്യരായിട്ട് ജീവിക്കൂ, നല്ലത് നേടൂ എന്നതാണ്. അതിനതീതമായിട്ട് നമ്മൾ പലപ്പോഴും ഒക്കെ കേൾക്കാറുള്ള പ്രണവവേദം, പ്രണവം
ആദിസ്വരൂപമായ ആദിബ്രഹ്മമായ ഓംകാരത്തിന്റെ രൂപമായ പ്രണവം. ഈ പ്രണവവേദത്തിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുക? നമുക്കറിയാം, മനുഷ്യരെല്ലാം തന്നെ സ്വർഗത്തിൽ നിന്ന് ശപിക്കപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ അവസ്ഥകളെല്ലാം എനിക്ക് മുന്നേ സംസാരിച്ച സ്വാമിമാര് വളരെ വളരെ വേദാന്ത ഭാഷയിൽ അവർ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടോടുകൂടി അമ്മയ്ക്കും കുഞ്ഞിനും അച്ഛനും ഒക്കെ ദുരിതപൂർണമായ ജീവിതത്തോട് ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ ഭൂമിയിൽ സ്വർഗം പണിഞ്ഞ് ജീവിക്കാനുള്ള ആശയപരത എഴുതി വെച്ചിരിക്കുന്ന പ്രണവവേദം വാസ്തുശാസ്ത്രത്തിന്റെ ശില്പശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം തന്നെ പ്രണവവേദത്തിൽ വരുന്ന സ്ഥാപത്യവേദത്തില്. വേദാന്തിയായ ഒരു മനുഷ്യന് ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? നമ്മൾ ആലോചിച്ചു നോക്കി, ഈ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് പറയുന്ന ഈ സംഹിതകളെല്ലാം തന്നെ നമ്മൾ 45-ഓ 50-ഓ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഇനി എങ്ങോട്ട് പോകാനാണ്? ഭൗതിക ജീവിതത്തോടൊപ്പം തന്നെ ആധ്യാത്മിക ജീവിതവും അത്യന്താപേക്ഷിക്കണം. ഗവേഷണ കാലത്ത് എല്ലായ്പ്പോഴും ഞാൻ PhD പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു പാർട്ട് ടൈം സന്യാസി കൂടിയായിരുന്നു. സന്യാസിമാരുമായിട്ട് പങ്കെടുക്കുക, ആശയ സംവാദങ്ങളിൽ പങ്കെടുക്കുക, അവരിൽ നിന്ന് ആശയങ്ങൾ മനസ്സിലാക്കുക എന്നൊരു ജീവിത വൃത്തിയായിട്ട് തന്നെ സ്വീകരിച്ചിരുന്നു. 1993 മരുത്വാമലയിൽ ഒരു ശിവരാത്രി നാളിൽ ശ്രീ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തപസ് ചെയ്ത ഗുഹയിൽ ഒരു ശിവരാത്രി നാളിൽ കഴിയുണ്ടായി. അതിന്റെ മഹാഭാഗ്യമായിരിക്കാം എനിക്ക് ഈ വേദിയിൽ വന്നു നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനൊന്നും നേടാൻ കഴിയില്ല. ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ എന്ത് നേടാൻ കഴിയും? ആഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ആഗ്രഹങ്ങളെ ഉദ്ദീപിപ്പിക്കണമെങ്കിൽ, ആ ഉദ്ദീപനങ്ങളിലൂടെ യാഥാർത്ഥ്യവൽക്കരണം ഉണ്ടാകണമെങ്കിൽ എല്ലാ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ബോധത്തെ ജ്വലിപ്പിക്കാൻ ഒരാൾ വേണം. സന്യാസ സമ്പ്രദായത്തിൽ കുണ്ഡലിനി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസന ചെയ്യുന്ന ഒരാൾക്ക് പൂർണ്ണദീക്ഷ കൊടുക്കുമ്പോൾ ഗുരു അദ്ദേഹത്തിന്റെ നട്ടലിലൂടെ കൈയോടിച്ച് കുണ്ഡലിനിയെ ജ്വലിപ്പിച്ച് അദ്ദേഹത്തിന് പൂർണ്ണദീക്ഷ കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതെല്ലാം ഭാരതത്തിൽ നിലനിന്നത് ജ്ഞാനമാണ്. ഇത് ഭാരതീയരല്ല ആയ നമ്മളല്ലാതെ പിന്നെ ആരാണ് പഠിച്ചെടുക്കേണ്ടത്? എന്റെ ചെറിയ ചിന്തയിലുള്ള ഒരു ചോദ്യമാണ്. ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ ഒരാൾ വേണം, ഒരു ആചാര്യൻ വേണം. ആ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന ആചാര്യന്മാർ ലഭിച്ചിട്ടുള്ള മഹാന്മാരാണ് ഈ ലോകത്തെ നയിച്ച് ഇന്നിത്ര സുഖസുന്ദരമായ ലോകമാക്കി നമ്മളെ മുന്നിൽ കൊണ്ടുവച്ച് ഒരു ശിക്ഷിച്ചപ്പോൾ തന്നെ ഇവിടെ വെളിച്ചം വന്നു. ഒരു വാക്ക് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ ആഭിമുഖ്യമുള്ള എല്ലാ ചിന്തകളെയും ഉദ്ദീപിപ്പിച്ചത് ഏതെങ്കിലും ഒരു ആചാര്യന്റെ സാമീപ്യത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ്. അങ്ങനെ ഒരു വ്യക്തിയിലുണ്ടായ മാറ്റത്തിന്റെ ഫലത്തിന്റെ 120-ാം വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത് നാം. 1793 സെപ്റ്റംബർ 11-ാം തീയതി ചിക്കാഗോയിൽ നടത്തിയ സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ലോക മതസമ്മേളനത്തിലാണ് പ്രസംഗിച്ചതെങ്കിലും ആ പ്രസംഗം കേൾക്കാനായിട്ട് അന്ന് അമേരിക്കയിൽ അറിയപ്പെടുന്ന ലോകത്തെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ എത്തിയിരുന്നു. അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തെ എല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. തോമസ് ആൽവ എഡിസൺ. ആ പ്രഭാഷണം റെക്കോർഡ് ചെയ്തത് സ്വാമി തിരിച്ചു കേൾക്കുകയുണ്ടായി. ആ തിരിച്ചു കേട്ടതിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ അത്ഭുതത്തിലൂടെയാണ് എന്റെ രാജ്യത്തും ഇത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടാകണമെന്നും അതിനെ ജ്വലിപ്പിക്കുന്ന ശാസ്ത്ര സമൂഹം ഉണ്ടാകണമെന്നും സ്വാമിക്ക് തോന്നിയത്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം മടങ്ങി വന്ന് ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനം സ്ഥാപിതമായി. ഒരു മനുഷ്യനുണ്ടായ ഉദ്ദീപനം, അദ്ദേഹം മതസമ്മേളനത്തിൽ പ്രസംഗിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു ശാസ്ത്ര അനുഭവം ഒരു രാജ്യത്തിന്റെ വികാസത്തിന്, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ശാസ്ത്ര വികാസത്തിന്റെയും തുടക്കം സ്വാമിജിയുടെ ചിക്കാഗോ പ്രഭാഷണത്തിന്റെ സാന്നിധ്യമാണ്. ഒരു വേദിയും ഒരു ചടങ്ങും ഒരു വാക്കും ഒന്നും നഷ്ടമാകില്ല. ഒന്നും നമ്മളെ എല്ലാം നമുക്ക് എന്നും ഊർജവും നമുക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ടേ സംഭവിക്കുകയുള്ളൂ. രാഷ്ട്രീയ പ്രസംഗമായിക്കോട്ടെ, സാമുദായിക പ്രസംഗമായിക്കോട്ടെ, സാമുദായിക പ്രവർത്തനമായിക്കോട്ടെ,
എന്തുമായിക്കോട്ടെ അതിൽ നിന്നെല്ലാം അനുഭവങ്ങളെയും ചിന്തകളെയും ഉദ്ദീപിപ്പിക്കുന്ന ആചാര്യന്മാർ വാക്കുകളായിട്ട് അതിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ഓരോ വാക്കുകളെയും നമുക്ക് ആചാര്യന്മാരായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓരോ അക്ഷരത്തെയും നമുക്ക് വാക്ക് ആചാര്യന്മാരായിട്ട് കാണാൻ കഴിയും. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ 152ാം ജന്മ വർഷമാണ്. അദ്ദേഹത്തിന്റെ മഹത്തായ ഗീതാഞ്ജലി എന്ന് പറയുന്ന മഹാകാവ്യം പ്രസിദ്ധീകരിച്ചതിന്റെ 100ാം വർഷം. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് 1913 ഇംഗ്ലീഷ് വർഷം. W.B. Yeats, ഐറിഷ് മഹാകവിയായ W.B. Yeats എഴുതിയ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പദത്തിന് വഴി നോബൽ പ്രൈസ് കിട്ടുന്ന അടുത്ത വർഷം. നോക്കുക, 1912 അതേ കാലഘട്ടത്തിൽ തന്നെ ഈ പരിഷത്തിന്റെ ഉദ്ഘാടനം ചെയ്യുകയും പ്രവർത്തിക്കുകയുണ്ടായി. ആ ഒരു കാലഘട്ടത്തെ ചിന്തി ലോകത്ത് കംപ്ലീറ്റും ലോകം മുഴുവൻ ചിന്തിക്കുന്നവരുടെയും മാനവികതയിൽ അധിഷ്ഠിതമായി മനുഷ്യ സമൂഹത്തിന് നന്മകൾ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആധ്യാത്മിക ശാസ്ത്ര ആചാര്യന്മാരെല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തന്നെ ഈ പരിഷത്തും ഈ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഈ സമ്മേളനം തുടങ്ങുകയുണ്ടായി. ആ ഒരു കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരു വാക്കൊരു വ്യക്തിയെ എത്രത്തോളം ജ്വലിപ്പിക്കാൻ കഴിയും. രവീന്ദ്രനാഥ ടാഗോറിന്റെ അനുഭവങ്ങൾ. കുട്ടിയായിരിക്കുന്ന രവീന്ദ്രനാഥ ടാഗോർ ഒരു ദിവസം അച്ഛന്റെ പഴയ ഡയറി എടുത്ത് മറിച്ചു നോക്കുമ്പോ ആ ഡയറിയിൽ കീറിപ്പറിഞ്ഞ ഒരു സംസ്കൃത പുസ്തകത്തിന്റെ ഒരു പേജ് കാണുകയുണ്ടായി. ആ സംസ്കൃത പുസ്തകം ഒന്നുമല്ല, ഈശോപനിഷത്തിന്റെ കീറിയ ഒരു പേജാണ്. ടാഗോർ വായിക്കുകയുണ്ടായി. അതിലെ ആശയങ്ങളും ബ്രഹ്മത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിശകലനമാണ് 5ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. ആ വായനയിൽ നിന്നാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന യുവാവിന്റെ മനസ്സിൽ ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പവും പ്രപഞ്ച വിധാതാവിനെ കുറിച്ചുള്ള സങ്കല്പവും എല്ലാം ഉദ്ദീപിക്കപ്പെടുന്നത്. ആ ചിന്തയിൽ നിന്നാണ് ഗീതാഞ്ജലി ഉണ്ടാകുന്നത്. ആ ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മഹത്തായ കാവ്യങ്ങളും നാടകങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള. ഗീതാഞ്ജലിയുടെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്, അന്നത്തെ പ്രശസ്തനായ ഐറിഷ് കവിയായ യേറ്റ്സ് എഴുതുന്നുണ്ട്, ബംഗാളിലെ തേയിലത്തോട്ടങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ലോകമെമ്പാടും ടാഗോറിന്റെ കവിതകളും വരികളും പാടി നടക്കുന്ന ജനസമൂഹത്തെ അദ്ദേഹത്തിന് കാണാൻ കഴിയുകയുണ്ടായി. വിശ്വമാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി ലോക മനസാക്ഷി ലോകത്തിന്റെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു കവി മാത്രമേ ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടുള്ളൂ, അത് മഹാനായ ടാഗോറാണ് എന്ന് W.B. Yeats എഴുതിയിരിക്കുന്നു. ആചാര്യന്മാരുടെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ പറ്റിയ 2 സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും പല സമ്മേളനങ്ങളും നടത്തി നമ്മൾ വിജയം ആഘോഷിക്കാറുണ്ട്. ഇവിടെ മതസമ്മേളനം നടക്കുമ്പോൾ വരുന്ന വഴിയിൽ പലയിടത്തും മതസമ്മേളനം നമ്മൾ കാണുകയുണ്ടായി. ഈ മതസമ്മേളനങ്ങളിൽ നിന്ന് ആത്യന്തികമായിട്ട് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണ് കടന്നു വരേണ്ടുന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. നാം ഭാരതീയർ എല്ലാവരും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ചിന്തിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. സ്വാമി ചട്ടമ്പി സ്വാമികൾ ഈ മതപരിഷത്ത് സ്ഥാപിച്ച കാലത്തുള്ള കേരളമോ ജീവിത രീതിയോ അല്ല ഇന്ന് നാം കാണുന്നത്. ഇന്ന് നാം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിഭജനം വന്നിരിക്കുന്നത് ഒരു കാലത്ത് ജാതിയധിഷ്ഠിതമായ വിഭജനമായിരുന്നുവെങ്കിൽ ഇന്ന് ഗവൺമെന്റ് സർവീസിൽ കിട്ടുന്ന സംവരണത്തിലെ അധിഷ്ഠിതമായ വിഭജനമായ നായരെന്നും ബ്രാഹ്മണനെന്നും വിശ്വകർമ്മനെന്നും ഈഴവനെന്നും പിന്നോക്കക്കാരനെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കും. ആചാര്യന്മാരുടെ കൂട്ടായ്മയിലൂടെ മാനവികതയിൽ അധിഷ്ഠിതമായ ചിന്തകളിലൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് മഹത്തായ ഭാരതീയ പാരമ്പര്യം ലോകം മുഴുവനത്തോളം കാലം ജ്വലിപ്പിക്കാൻ കഴിയട്ടെ. ഓരോ മനുഷ്യനിലും ആചാര്യന്മാരുടെ സാമീപ്യം കൊണ്ട് ചിന്തകൾ ജ്വലിക്കാൻ കഴിയട്ടെ. ഓരോ വ്യക്തിയും ലോകത്തിന് മാതൃകയാകട്ടെ. ഈ പരിഷത്ത് സമ്മേളനം ലോക അവസാനം വരെയും ലോകം മുഴുവനത്തോളം കാലം നിലനിർത്താൻ കഴിയട്ടെ. ഇതിന്റെ സംഘാടകനായ ശക്തിയും ഊർജവും സർവേശ്വരൻ മനസ്സറിഞ്ഞ് ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.